അസ്സലാമു അലൈക്കും. ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ ബിരിയാണിയാണേ. ഇതേ ഇഞ്ചി, വെളുത്തുള്ളി, 3 തക്കാളി, 8 പച്ചമുളക്, ഒരു നാരങ്ങ, അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങ ഇടുന്നില്ലേ, എൻ്റെ ഉള്ളി 10 കോരിയിട്ട് ഉള്ളി വറുത്ത് കോരിയത്. പിന്നെ വേണ്ട ചിക്കൻ 1 കിലോയുടെ ചിക്കനാണേ. അത് 1 കിലോയുടെ ചിക്കൻ വെട്ടി കണ്ടിച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ശകലം 1 സ്പൂൺ മല്ലിപ്പൊടി, കുരുമുളക്, ഗരം മസാല, നാരങ്ങ എല്ലാം കൂടെ പറ്റി 1 മണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വെച്ചതാണേ. പിന്നെ അത് കഴിഞ്ഞ് വേണ്ടേ 1 കിലോ അരിയാണേ. 1 കിലോയോ അരക്കപ്പും കൂടെ എടുത്തിട്ടുണ്ട്. ഇച്ചിരിയും കൂടെ എടുത്തിട്ടുണ്ട്. ഇത് മതി ഞങ്ങൾക്ക് 4-5 പേർക്ക് കഴിക്കാനുള്ളത്. അതും ഒരു അരമണിക്കൂറായി കുതിർത്ത് വെച്ചിട്ട്. അതും ഒരു അരമണിക്കൂർ കഴുകി കുതിർത്ത് വെച്ച ബസ്മതി അരിയാണ്. ഇത് ഉള്ളി വറുത്തതാണേ. ഉള്ളി വറുത്തിട്ട് ചിക്കൻ കറിക്ക് വേണ്ടി ഗ്രേവിക്ക് വേണ്ടി എടുക്കുന്നത്. ഇത് ചോറിനകത്ത് ഇടാനുള്ളത്. ഈ എണ്ണ അരി ഒരു 2-3 മിനിറ്റ് ഒന്ന് എല്ലാം ഈ പട്ട, ഗ്രാമ്പ്, ഏലക്ക എല്ലാം പൊട്ടിച്ചിട്ട് ഒന്ന് നെയ്ക്കകത്തിട്ട് ഇച്ചിരി ഒരു 2-3 മിനിറ്റ് മതി. ഒന്ന് ഇതാക്കിയിട്ട് ഒരു പകുതി നാരങ്ങയും കൂടെ പിഴിഞ്ഞൊഴിച്ച് പറ്റിച്ചെടുക്കുക ചെയ്യുന്നത് കേട്ടോ. അല്ലാതെ ഞങ്ങൾ ഊറ്റിയല്ല ഇടുന്നത്, പറ്റിക്കുക ചെയ്യുന്നത്. ആവശ്യത്തിനുള്ള ഉപ്പിടണേ. ഉപ്പിൻ്റെ അളവൊന്നും നോക്കുന്നില്ല. ഞങ്ങൾക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് ഇളക്കി പറ്റിച്ചെടുക്കുക ചെയ്യുന്നത്. നെയ്ച്ചോറാക്കി. എല്ലാം കൊണ്ടിട്ട് ഇളക്കിയിട്ട് ശകലം തിളച്ച വെള്ളം ഒഴിച്ച് ഒരു 5 മിനിറ്റ് അടച്ച് വെക്കണം. അടച്ച് വെച്ചിട്ട് ലാസ്റ്റ്
ചോറിട്ട് എൻ്റെ മണ്ടയ്ക്ക് ചോറ് ഇട്ട് പിന്നെ കുറച്ച് ഉള്ളി എടുത്ത് മാറ്റിയേക്കണം വറുത്തത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചോറിൻ്റെ മണ്ടയിൽ ഇടാനാണേ അണ്ടിപ്പരിപ്പും ഉള്ളി എല്ലാം കൂടെയൊക്കെ. ഞങ്ങളുടെ ചിക്കൻ ബിരിയാണി റെഡിയായേ. അതിൻ്റെ കൂടെ സൈഡായിട്ട് പപ്പടം, സലാഡിനകത്ത് കുക്കമ്പർ, തക്കാളി, സവാള, ഒരു 3 പച്ചമുളക്. ഒരുപാട് ഞങ്ങൾ വെള്ളം മാതിരിയല്ല കേട്ടോ തൈരെടുക്കുന്നത്, ചുമ്മാ കുഴച്ച്, എന്നാലേ പച്ചക്കറിയൊക്കെ പോകത്തുള്ളൂ വയറ്റിലോട്ട് സലാഡ്. തൈരാകുമ്പം തൈര് മാത്രമേ കൂട്ടത്തുള്ളൂ ഇങ്ങനെ കോരി ഒഴിച്ച്, അതുകൊണ്ട് ലൂസാക്കാതെ ഇച്ചിരി ഒരു 2 സ്പൂൺ തൈരിട്ട് കുഴച്ച് എടുത്ത് കേട്ടോ. നിങ്ങളെല്ലാം ഇഷ്ടമാകുമ്പോഴത്തേക്ക്, ഇഷ്ടമാണെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യണേ, കമൻറ്റും പറയണേ. ഓക്കെ, എൻ്റെ ചെറിയ ഒരു സംവിധാനമാണേ, വലുതായിട്ടൊന്നും എനിക്കറിയത്തില്ല, അറിയാവുന്ന മാതിരിയെല്ലാം ഞാൻ പറയുന്നുണ്ട്. നിങ്ങളുടെ സപ്പോർട്ട് എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടായിരിക്കണേ.